ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നാം സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഐറ്റം ഓഫ് ദ സ്കിൻ കെയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളുടെ സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ക്രീം. ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഇത് ശരിക്കും ഒരു ലൈഫ് സേവർ ആണോ? നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ. ഓക്കെ, സോ സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ സ്കിന്നിനുള്ള ഡീപ്പ് ഹൈഡ്രേഷൻ കൊടുക്കും, ഡ്രൈനെസ്സൊക്കെ മാറ്റാൻ ബെസ്റ്റാണ്. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ട് സെൻസിറ്റീവ് സ്കിന്നും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒരു ഓയിലി അഥവാ ഗ്രീസി ലുക്കൊന്നും ഉണ്ടാവില്ല. സ്കിൻ നല്ല സോഫ്റ്റും സപ്പിളും ആയിരിക്കും. ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് മോയ്സ്ചർ ഉള്ളപ്പോൾ തന്നെ ക്രീം അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും പറ്റും. പിന്നെ ദേഹം മുഴുവൻ നമുക്കിത് ബോഡി നല്ലോണം യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതിന് പല സൈസുകളുണ്ട്. ഇതിന് ചെറിയ ലൈക്ക് 200 റുപ്പീസിൻ്റെ ഒന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് 1200 റുപ്പീസിനുള്ളതാണ്. ഇപ്പോൾ 1200 റുപ്പീസിനുള്ളതാണെങ്കിൽ നമുക്കിത് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുറച്ച് നല്ലോണം യൂസ് ചെയ്യാണ്. അപ്പം നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഓഫറൊക്കെ ഉള്ള സമയത്ത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സെറാവെ പോലെയുള്ള മറ്റ് ഹൈയിൽ നിൽക്കുന്ന പ്രൊഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്താൽ സെറ്റഫിൽ കുറച്ചുകൂടി ജെൻറ്റിലാണ്. എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റും. ഡ്രൈ സ്കിൻകാർക്ക് ഇത് കൂടുതൽ ബെനിഫിറ്റ് നൽകുന്നതാണ്. പിന്നെ വിൻ്റർ സീസണിലാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ നല്ലത്. കാരണം നമ്മൾ വിൻ്റർ സീസണിൽ നമ്മളെ സ്കിന്നൊക്കെ ഡ്രൈ ആവും. അപ്പോൾ ഈ സെറ്റഫിൽ ഏറ്റവും നല്ലത് ആ ടൈമിൽ യൂസ് ചെയ്യാനായിട്ടാണ്. ഇതിപ്പോൾ എല്ലാ ഡ്രഗ് സ്റ്റോഴ്സിലും, ആമസോൺ, നൈക്ക പോലുള്ള എല്ലാ സ്റ്റോഴ്സിലും ഇതൊക്കെ കിട്ടും. സോ ഡ്രൈ സ്കിൻ പ്രശ്നം ഉള്ളവർക്ക് ധൈര്യമായിട്ടും ട്രൈ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ ഞാനിത് മേടിക്കുന്നത് ഒരുപാട് ഹൈപ്സ് കണ്ടിട്ടാണ് ഇത് മേടിക്കുന്നത്. പക്ഷേ എനിക്കുള്ളത് ഒരു ഓയിലി സ്കിന്നാണ്. ഞാൻ ഒരു ഓയിലി സ്കിന്നുള്ള ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ ഫേസിൽ ഞാനിത് ഇട്ടപ്പോൾ കുറച്ചും കൂടി ഒരു ഓയിലി ആയിട്ട് പോലെ എനിക്ക് ഇത് കൂടുതലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഡ്രൈ ടു നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും നല്ലത്. ഒരു എനിക്കുള്ള പോലെ കുറച്ച് ഓയിലി ഫേസ് ഉള്ളവർ ഇതിൻ്റെ ഇട്ടാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ കണ്ടോ, ഇത് കുറച്ച് ഇങ്ങനെ ഡ്രൈ, ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം കുറച്ച് ഓയിലി പോലെ ഇരിക്കും. അപ്പം അത് നമുക്ക് ഓയിലി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫേസിൽ ആക്നെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് എടുത്തിട്ട് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഇത് എനിക്ക് ഓയിലി ആയതുകൊണ്ട് എനിക്കിത് ചേരാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് മേക്കപ്പ് അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ഇടണമെങ്കിൽ അതിൻ്റെ ഒരു ബേസായിട്ട് ഇത് ഇട്ടാൽ നന്നായിരിക്കും. കാരണം നമുക്ക് നമ്മളെ ഫൗണ്ടേഷനൊക്കെ പെട്ടെന്ന് നല്ല എല്ലായിടത്തും സ്പഞ്ച് വെച്ചിട്ട് അത് എല്ലായിടത്തും ഈവൻ ഔട്ട് ചെയ്യാനായിട്ട് ഇത് ഈ ഒരു ഓയിലി മോയ്സ്ചറൈസർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലതായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു സംഭവത്തിനാണ് ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡ്രൈ ടു നോർമൽ ഓർ സെൻസിറ്റീവ് സ്കിന്നാണ് കാരണം ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഹൈഡ്രേറ്റിംഗ് ഫോർ 48 hours ആൻഡ് ഹെൽപ്സ് റീസ്റ്റോർ ദ സ്കിൻ മോയ്സ്ചറൈസ് ബാരിയർ എന്നാണ് എൻ്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇതൊരു ഡെർമറ്റോളജീസ് റെക്കമെൻഡ് ഫോർ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കാണ് ഇത് മെയിൻലി ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ആക്നി പ്രോൺ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞാനിത് ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓയിലി സ്കിന്നുള്ളവർ ഇത് ഇടുമ്പോഴത്തേക്കും നമ്മളുടെ ഫേസ് ഒന്നും കൂടി ഓയിലി ആയിട്ട് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഹൈ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസിന് നിൽക്കുന്നത്. കാരണം ബാക്കിയുള്ള മോയ്സ്ചറൈസറിനെ കാട്ടിയിട്ടും കുറച്ച് വില കൂടുതലാണ്. ഞാൻ മേടിച്ചിരിക്കുന്ന പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു 1299 ഒരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് 250 ഗ്രാം. സോ 250 ഗ്രാമിന് 1200 അപ്രോക്സ് എന്ന് പറയുമ്പോൾ 1300 റുപ്പീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈയിൽ നിൽക്കുന്ന ഒരു പ്രൈസ് കാറ്റഗറിയാണ്. പക്ഷേ ഇത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും നല്ല യൂസ് ആവുന്ന ആ ഒരു പ്രൈസ് വെർത്ത് ഉണ്ടെന്നാണ് എനിക്ക് യൂസ് ചെയ്ത ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കിയത്. പക്ഷേ നമ്മളിപ്പോൾ വേറെ ഒരു ക്രീമൊക്കെ ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഒരു 250 എന്ന് പറഞ്ഞൊക്കെ നമ്മൾ മേടിക്കുന്നത്, നമ്മളതിപ്പം 500 റുപ്പീസ് കൊടുത്തിട്ട് 50 ഗ്രാം മേടിച്ചാൽ കൂടി നമുക്കത് 1 മന്ത് കൂടി നമുക്കത് തികയാറില്ല. പക്ഷേ ഈ സെറ്റഫിലിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കിത് ക്വാണ്ടിറ്റി 250 ഗ്രാമിന് 1200 എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ട് ഒരു
ലൈക്ക് ഓൾമോസ്റ്റ് 6 months കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈവൻ ഞാൻ രാത്രിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം രാത്രി ഇപ്പം ഫേസ് ഓയിലി ആയിട്ട് നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ. കൂടുതലും ഇങ്ങനത്തെ ഓയിലി പ്രൊഡക്ട്സ് ഇട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ മുഖത്ത് പൊല്യൂഷനായിട്ട് ഡസ്റ്റൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മേടിച്ച് എനിക്കത് ഫിനിഷ് ആക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ രാത്രിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് അത് ഇപ്പോഴും തീരുന്നതേ ഇല്ല. എന്നുവെച്ചാൽ അത്ര ക്വാണ്ടിറ്റി അതിലുണ്ട്. അപ്പോൾ ആ ഒരു 1200 rupees. സോ ഫ്രണ്ട്സ്, ഇതാണ് സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ക്രീമിനെ പറ്റിയിട്ടുള്ള എൻ്റെ റിവ്യൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതൊരു താങ്ക് യു സോ മച്ച്. ബൈ.